മന്ത്രിസഭയിൽ ചേരാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം തുടരുമ്പോഴും നിലപാടിലയാതെ രമേശ് ചെന്നിത്തല തന്റെ കൂടെ നിൽക്കുന്ന നിരവധി തവണ MLA-മാരായവരെ അടക്കം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് കൊടുക്കാമെന്ന നിലയിലാണ് കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പരിഭവവും പരിഹരിക്കുമെന്നും നല്ല മന്ത്രിസഭ ഉണ്ടാകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDF-ലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ബഹുമാനായ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇനിയിപ്പോൾ കന്റോൺമെൻറ് ഹൗസിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മറ്റ് UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. എല്ലാം പരിഹരിച്ചു. Everybody will be comfortable in the Congress party. Yes. Joseph will be coming Tamil Nadu. Is it confirmed? It is not confirmed. രമേശ് ചെന്നിത്തല പക്വതയുള്ള നേതാവെന്നും പരിഭവങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതായ പരാതികളുണ്ടാകാം. അതൊരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല, പല കാര്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാത്രമായിരിക്കണമെന്നില്ല, പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളുണ്ടാകാം. പക്ഷെ അതൊക്കെ എല്ലാം നല്ല പക്വത വന്ന നേതാവാണ്. ഏറ്റവും വളരെ പരിണതപ്രജ്ഞനായ ഏറ്റവും മുതിർന്ന, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാതെ എങ്ങനെ ഓരോ വിഷയത്തിൽ ഏത് സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. എന്നാൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും വിനേഷ് കുമാറും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. രമേശ് ചെന്നിത്തല അയയാതെ നിൽക്കുകയാണ്. താൻ ഈ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകണമെങ്കിൽ ചില ഉറപ്പുകൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. പക്ഷേ രമേശ് ചെന്നിത്തലയാകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ചില ആവശ്യങ്ങൾ, ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് ആഭ്യന്തര വകുപ്പ് വേണം എന്ന നിലപാട് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നത്. രണ്ട്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം നൽകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ സാദത്തിനെ, തുടർച്ചയായി 4 തവണ ജയിച്ചയാളാണ് ആലുവയിൽ നിന്ന്, അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം നൽകണം എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നുണ്ട്. 3, തന്നോടൊപ്പമുള്ള ജോസഫ് വാഴക്കിനെ KPCCയുടെ പുതിയ അധ്യക്ഷനാക്കണം. ഇത്തരം ചില ഉപാധികൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചതായി അറിയുന്നു. അദ്ദേഹം പക്ഷേ ഈ സമയം വരെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാര ഫോർമുല കാണാത്ത സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വാർത്ത, അത് കോൺഗ്രസ് മന്ത്രിപട്ടിക ഇന്ന് തന്നെ കൈമാറും എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അംഗീകാരത്തോടു കൂടി ഇന്ന് തന്നെ കോൺഗ്രസിന്റെ മന്ത്രിപട്ടിക ഗവർണർക്ക് കൈമാറാൻ ഇപ്പോൾ KPCC നേതൃത്വവും അതേപോലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇന്ന് വൈകിട്ടോടുകൂടി രമേശ് ചെന്നിത്തല അടക്കമുള്ള മുഴുവൻ കോൺഗ്രസിലെ ഈ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ആരൊക്കെ ഉണ്ട് എന്നതിലുള്ള തർക്കം പരിഹരിക്കപ്പെടുകയാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തിരുന്നുണ്ട്. വളരെ തിരക്കിട്ട ചർച്ചകൾ അത് ടെലിഫോണിലൂടെ അടക്കം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. അവിടെ കോൺഗ്രസിനകത്തൊരു പ്രശ്നമായി നിന്നത് അത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിയോജിപ്പായിരുന്നു. അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു പ്രശ്നപരിഹാര ഫോർമുല വരുന്നു എന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിർണായകമാണ് ഈ മണിക്കൂറുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ തന്നെ പ്രധാനം രമേശ് ചെന്നിത്തലയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ വിയോജിപ്പ്, പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലെത്തിയാണ് മാധ്യമങ്ങളെ കണ്ട VD സതീശന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴും ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയും അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട്, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യണം. അതിൽ തന്നെ 4 ടേമായി MLA ആയിരിക്കുന്ന അൻവർ സാദത്ത് പോലെയുള്ള ആളുകളുണ്ട്. അവരെ അടക്കം കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടണം. മാത്രവുമല്ല മറ്റു ചില ആവശ്യങ്ങൾ കൂടി ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ആഭ്യന്തര വകുപ്പ് എന്നുള്ള തീരുമാനത്തിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുന്ന സൂചനകൾ നമുക്കില്ല. പക്ഷേ അദ്ദേഹം മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട്
തന്നെ സ്വാഭാവികമായും അതിൽ താഴെ എന്ത് മന്ത്രിസ്ഥാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് ചോദ്യമായി ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ധനവകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വകുപ്പ് ചെന്നിത്തലയ്ക്ക് മുൻപിൽ വെച്ചുള്ള ചർച്ച അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ചെന്നിത്തല അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തീരുമാനമുണ്ടാകും എന്നുള്ള സൂചന എന്നുള്ള വിവരം കോൺഗ്രസിൽ നിന്ന് വരുന്നു. ദിലീപ് കുമാർ. ഷഫീദ്, ഇന്ന് തന്നെ ഗവർണറെ കാണാനാണല്ലോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മന്ത്രിമാരുടെ പട്ടികയുമായി ഘടകകക്ഷി മന്ത്രിമാരുടെ കൂടി പട്ടിക ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണറെ കാണാൻ പോവുക എന്നും സൂചനകളുണ്ട്. ഇപ്പോൾ ഷഫീദ് പറഞ്ഞതനുസരിച്ച് ഇന്നു തന്നെ കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കും, അവരുടെ പട്ടിക ഗവർണർക്ക് കൈമാറും എന്നാണ്. ഇത് സംബന്ധിച്ച് എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്? ദിലീപ് കുമാർ, വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്ന UDF യോഗമാണ്. അതിൽ തന്നെ ഘടകകക്ഷികളിൽ നിന്ന് ഒറ്റയ്ക്കും അതേപോലെ തന്നെ അവരോട് ഒരുമിച്ചിരുത്തിയുമുള്ള കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെ നടക്കും. ഏതായാലും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. 21 അംഗ മന്ത്രിസഭ, അതിൽ കോൺഗ്രസിന് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കം, അതിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി തർക്കങ്ങളില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായി ഉണ്ടാകും എന്നുള്ള കാര്യം അത് വളരെ ആകാംക്ഷയുള്ള നിമിഷമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വരും. നമ്മൾ മുൻപ് പറഞ്ഞ പല പേരുകളും ഇതുമായി ബന്ധപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് രമേശ് ചെന്നിത്തലയെ എങ്ങനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തും, അദ്ദേഹം ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിൽ സമ്മതിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഉയരുന്നുണ്ട്. ഏതാണ്ട് 10 മണി വരെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് തന്നെ പട്ടിക കൈമാറാൻ കഴിയും എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും സൂചനകളും പുറത്തു വരുന്നു. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.